ഹലോ ഗായ്സ്, ജോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്, ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ടൂർ പോവാണ്. ചെറിയൊരു ജോയക്കുട്ടീനെയും കൊണ്ട് ഒരു ഫാമിലി ആയിട്ട് തന്നെ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റ്യാടിയുള്ള മണിമല ആക്റ്റീവ് പ്ലാനറ്റിലോട്ടാണ്. അപ്പോൾ ഗൈസ്, ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇവിടെ നമ്മുടെ കുറ്റ്യാടിയുള്ള മണിമല ആക്റ്റീവ് പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ബസ് അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് മേലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് അവൈലബിൾ ആണ്. അപ്പം നെഹൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനും സോയ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് മെല്ലെ. എന്താ പറയുക, ഞാൻ സോയനെയും കൊണ്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഓള് വിചാരിക്കുന്നത് ഞാൻ അവളെ റൈഡ് കയറ്റാൻ വേണ്ടി കൊണ്ടുപോവാണെന്നാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നെഹലിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നെഹലിപ്പോൾ വരൂ, വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആടുന്ന് കുറച്ച് കഴിഞ്ഞേരം ഞാൻ സോയക്ക് ജൈൻറ്റ് വീലൊക്കെ കാണിച്ചു കൊടുക്കലാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ JCBയും ടഗടയൊക്കെ സോയക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം നെഹൽ വന്നു, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞാനും സോയ ഫുൾ പാക്കേജാണ് എടുത്തത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബാൻഡ് കൈമ കെട്ടി ഞങ്ങൾ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനും സോയ കേട്ടോ ഫുൾ പാക്കേജ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ബാൻഡ് കെട്ടുകയാണ് കേട്ടോ കൈമേൽ. ഞങ്ങളിതേ ഉള്ളിലോട്ട് എൻട്രി ചെയ്തു. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി പ്ലേസാണ്. സോയക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പ്ലേസ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എയിലാണ് കയറാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു ടഗടെ കയറാമെന്ന്. ഞാൻ സോയനെ കയറ്റണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ചെറിയ കുട്ടിയൊക്കെ അങ്ങോട്ട് എൻട്രി ഇല്ല പറഞ്ഞു, സോയൻ്റെ ഹൈറ്റുള്ള കുട്ടിയൊക്കെ അങ്ങോട്ട് എൻട്രി ഇല്ലയെന്ന്. അങ്ങനെ ഞാൻ ടഗടെ കയറി. അത് തുടങ്ങാൻ കുറച്ച് സമയം എടുത്തു. നെഹലും സോയ എന്നെ നോക്കിക്കലാണ്. അങ്ങനെ ഗൈസ്, ടഗട തുടങ്ങി. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടഗട. നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ടഗട എന്നറിയുന്നത് ഗൈസ്. അപ്പോൾ ടഗട കുറച്ച് സ്പീഡ് കൂടിയപ്പോൾ എല്ലാവരും ഇരുന്നിടത്തുനിന്ന് വിൽക്കാൻ തുടങ്ങി. ഞാൻ വിൽക്കാൻ പോയിനു, പിന്നെ കുഴപ്പമില്ല, ഞാൻ പിടിച്ചിരുന്നു. അപ്പോൾ നെഹലും സോയ എന്നെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ടഗട നിർത്തി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ടഗട എന്നറിയുന്നത്. പിന്നെ ഞങ്ങൾ ടഗടയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിതേ മുന്നോട്ട് അടുത്ത റൈഡിന് വേണ്ടി സോയനെ കയറ്റാൻ പറ്റിയ റൈഡ് നോക്കി ഞങ്ങൾ പോവാണ്. ഇവിടെ വന്നാൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. അങ്ങനെ അടിപൊളി പ്ലേസാണ്, കുറേ കാണാനും ഉണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. ഞങ്ങൾ അടുത്തത് ഏതിലാണ് കയറുക എന്നാലോചിച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട് ഇവിടുത്തെ പ്ലേസുകളൊക്കെ കാണാൻ. അങ്ങനെ ഗൈസ്, ഞാനൊരു ഷീപ്പിൻ്റെ അടുത്തിരുന്നു, സോയ ഇരുന്നു ആ ഷീപ്പിൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് പോവാണ്, സോയനെയും കൂടി കയറ്റാൻ പറ്റിയ റൈഡിലോട്ട്. അങ്ങനെ ഞങ്ങളൊരു റൈഡ് കണ്ട് ആ റൈഡിൽ സോയനെ ഞാൻ കയറ്റാനായിരുന്നു നോക്കിയത്. അപ്പോൾ സോയ പറഞ്ഞു നെഹലില്ലാണ്ട് സോയ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ചേച്ചി പറഞ്ഞു എന്നാൽ മോനും കയറിക്കോ എന്ന് നെഹലിനോട് പറഞ്ഞു. അന്നേരം സോയയും നെഹലും ഒരു റെഡ് റൈഡിലും ഞാൻ യെല്ലോ റൈഡിലാണ് കയറിയത്. നല്ല ഒരു അടിപൊളി റൈഡ് തന്നെ ആയിരുന്നു. സോയക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോയ അടിപൊളിയാണ്, സോയ ഫുള്ള് ഹാപ്പിയിലാണ്. അങ്ങനെ റൈഡ് കഴിഞ്ഞു. ഞാനും സോയ നെഹലും ആടുന്ന് ഇറങ്ങുകയാണ്. ചേച്ചി സോയനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അന്നേരം ചേച്ചി ചോദിച്ചു സോയനോട് മൂക്കൊന്നുകൂടി പോകണം. അന്നേരം സോയ വേണ്ട പറഞ്ഞു. അപ്പോൾ ഗൈസ്, ചേച്ചിനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു. അന്നേരം ഞാനൊരു ഗ്രില്ലിൻ്റെ റൈഡ് കണ്ടു. അപ്പം ഞാൻ അതിൽ കയറാൻ പറ്റുമോ നോക്കുകയാണ്. ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഞാനൊരു സ്ലൈഡിൻ്റെ ഉള്ളിൽ കൂടി വന്നു. സോയ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ആ സ്ലൈഡിൻ്റെ ഉള്ളിൽ കൂടി. ഭയങ്കര പാടാണ് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി വരാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് പോവാണ്. ഇവിടെ കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അടുത്ത റൈഡ് എത്തി. അങ്ങനെ അടുത്ത റൈഡ് എന്ന് പറയുന്നത് ഒരു ജയിൽ പോലത്തെ ഒരു റൈഡാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അത് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈഡിൻ്റെ ഉള്ളിലൊക്കെ എത്താം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കയറി, പിന്നെ നെഹലും സോയയും കയറി. സോയ വരുന്നില്ല, സോയക്ക് പേടിയായിട്ട്. അങ്ങനെ നെഹൽ നിർബന്ധിച്ച് സോയനെ കയറ്റിച്ച്. അങ്ങനെ ആടുന്ന് സോയയും നെഹലും കൂടി ഞാൻ വന്ന റൈഡിൽ വരികയാണ്. നല്ല രസമുണ്ടായിരുന്നു സോയയും നെഹലും വരുന്നത് കാണാൻ. സോയ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം കയറൂല എന്നൊക്കെ പിന്നെ പറഞ്ഞ് മടിച്ചെങ്കിലും കയറി കഴിഞ്ഞാൽ ഓൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ
ഞാൻ അടുത്ത റൈഡ് പോയി. ഞാനൊരു ബ്ലൂ റൈഡിലാണ്, ഇതേപോലത്തെ റൈഡിൽ തന്നെയാണ് ഞാൻ പോയത്. ഒരു ബ്ലൂ സ്ലൈഡൊക്കെ ഉള്ളത്, അതിലൂടെയാണ് ഞാൻ വരുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോയി. ആ കാണുന്ന ബോട്ടിൽസ്, നേരത്തെ വെച്ച ബോട്ടിൽസ് എല്ലാം താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു ബൊമ്മനെ കിട്ടും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒന്നുപോലും വീണില്ല. അങ്ങനെ നെഹൽ ട്രൈ ചെയ്തപ്പോൾ 3 കുറേ വീണ്, ബാക്കി 3 കൂടി ഉണ്ട്. അതും കൂടി വീണ് കഴിഞ്ഞാൽ സോയക്കൊരു ബൊമ്മനെ കിട്ടും. പക്ഷെ അത് വീണില്ല. ഞങ്ങൾ ട്രൈ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അതിൽ കയറണം, ഞങ്ങൾക്ക് പൈസ വേണം. അങ്ങനെ ഞങ്ങൾ അടുത്ത റൈഡിൽ സോയനെയും കൊണ്ട് പോവാണ്. അടുത്ത ഞങ്ങൾ ഒരു ഹോസിൻ്റെ റൈഡിലോട്ടാണ് പോകുന്നത്. ആദ്യമൊക്കെ സോയക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഇന്നേക്കാട്ടും മുന്നിലാണ്. എല്ലാ റൈഡിലും ഓരോ റൈഡ് കഴിഞ്ഞാൽ അവൾ അടുത്തയിൽ കയറാന്നൊക്കെ പറഞ്ഞ് ഇഞ്ചപ്പര വരൂ. അപ്പോൾ എല്ലാ റൈഡിലും കയറും. അങ്ങനെ ഞങ്ങളിത് ആ കുതിരൻ്റെ റൈഡിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ്, ഞാനും സോയി. ഞങ്ങൾ 2 ഒരൊറ്റ ഇതിലാണ് ഇരിക്കുന്നത്, വേറെ ഇതിലല്ല. 2 കൂടി ഒന്നിലിരിക്കുക. അങ്ങനെ ഞാനൊരു കുതിരൻ്റെ റൈഡ് പോയിട്ട് അത് ഓപ്പൺ ആവായിട്ട് അതെന്തൊക്കെ പിടിച്ച് വലിച്ച് നോക്കുകയാണ്. അങ്ങനെ ഓപ്പൺ ആയത് അങ്ങനെ ഞാൻ കണ്ടില്ല. പിന്നെ നെഹൽ കാണിച്ചെന്ന് ഓപ്പൺ ആയ ഒരു റൈഡ്, അത് അതിൽ കയറുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സോയക്ക് ബെൽറ്റ് കിട്ടി. അങ്ങനെ ഗൈസ് ചേച്ചി ഞങ്ങൾക്ക് ബെൽറ്റൊക്കെ ഇട്ടു. ഞങ്ങളൊക്കെ സെറ്റായി. ഞങ്ങൾ കുതിര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ കുതിര സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോയക്കൊക്കെ നല്ല റൈഡായിരുന്നു. സോയ ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ സോയക്ക് അങ്ങനെ കുതിരൻ്റെ റൈഡൊക്കെ അവസാനിച്ചു നല്ല സ്പീഡോട് കൂടി. പിന്നെ ഞങ്ങൾ അടുത്ത റൈഡ് കയറാൻ വേണ്ടി ഞങ്ങൾ ലൈനിൽ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അടുത്ത റൈഡ് പോയത് സോയക്ക് ബൈക്ക് റൈഡ് കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്ക് റൈഡിലോട്ടാണ് പോയത്. ആദ്യം ഞാൻ സോയനെ ബൈക്കിൻ്റെ മുന്നിൽ കയറ്റി. അപ്പോൾ സോയക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ കഴിയില്ല. പിന്നെ ഇഞ്ച സൈഡിൽ തന്നെ എപ്പരം വരുന്ന ഒരു കാറുണ്ട്, ബമ്പർ കാർ പോലത്തെ ഒരു സാധാ കാറിൻ്റെ. ചേച്ചി പറഞ്ഞ സോയനെ ആ കാറിൽ കെട്ടിക്കാന്ന്. അപ്പോൾ സോയക്ക് ഇഞ്ചപ്പരം തന്നെ വരാം. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് ഒരു സൈക്കിൾ റൈഡിലോട്ടാണ്. ആ സൈക്കിൾ റൈഡ് എന്ന് പറയുന്നത് ഒരു അടിപൊളി റൈഡ് തന്നെയാണ്, നല്ല രസമുണ്ട് ആ റൈഡ്. അപ്പോൾ ഗൈസ് ഞാനും സോയ സൈക്കിൾ റൈഡിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബിരിയാണി ആയിരുന്നു കഴിച്ചത്. പിന്നെ സോയക്ക് ദാഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഡ്യൂ വാങ്ങി. അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗൈസ് സോയക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി സോയക്ക് ഐസ്ക്രീം കൊടുത്തു. അങ്ങനെ സോയ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാണ്. തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സോയ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോയ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ നമ്മുടെ ആക്റ്റീവ് സ്പ്ലാഷ്, അതായത് ഞങ്ങൾ വാട്ടർ റൈഡിലോട്ട് പോവാണ്. വാട്ടർ റൈഡിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറണം. ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂം മാറാൻ വേണ്ടി അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് പോയി. അങ്ങനെ ഞങ്ങൾ 3 ഇതേ കോസ്റ്റ്യൂമൊക്കെ മാറി വരികയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വാട്ടർ റൈഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാട്ടർ റൈഡിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്തു. സോയൊക്കെ കാണുമ്പോൾ തന്നെ സോയ നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ നേരെ നടന്നു വാട്ടർ റൈഡിലോട്ട്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഫസ്റ്റ് ഏത് റൈഡ് കയറണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പൂളിൽ ഇറങ്ങി, സൈഡിലുള്ള പൂള്. അങ്ങനെ ഞാൻ വേഗം തട്ടമ്മ കൊണ്ട് കൊടുത്തു. തട്ടം നനയുന്നതിന് നേരെ ഞാനും നെഹലും ഈ ബ്ലൂ റൈഡ് കയറാൻ വിചാരിച്ചു, ഫസ്റ്റ് കാണുന്ന ബ്ലൂ റൈഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ ബ്ലൂ റൈഡ് ക്ലോസ്ഡ് ആണ്, അത് പൂട്ടിയതാണ്. ആ റൈഡിന് എന്തോ തകരാറുണ്ട്, മീൻസ് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങളുടേതാ ഒരു ഗ്രീനും പിങ്കും ഉള്ള റൈഡിലോട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആ റൈഡിൽ കൂടി ഞാനാണ് വരുന്നത്. നല്ല അടിപൊളി റൈഡായിരുന്നു ഗൈസ്. ഞാൻ പകുതിയും മുങ്ങിപ്പോയി. പിന്നെ നെഹലും സോയയും വന്നു. സോയൻ്റെ മുഖം കണ്ടോ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇവിടെ നിർത്തി, ഞങ്ങൾ വേറെ റൈഡിലോട്ട് പോകാൻ വിചാരിച്ചു. അന്നേരം സാറല്ല എന്നാലും ഞാനുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാനും നെഹലും സോയയും ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് പോവുകയാണ്. ഞങ്ങൾ അതിലൂടെ സ്റ്റെപ്പൊക്കെ കയറുകയാണ്. നേരെ ഇവിടെയുള്ള റൈഡ്സ് 22+ വാട്ടർ റൈഡ്സാണ് ഇവിടെ ഉള്ളത്. നേരെ ഞങ്ങൾ ആ കാണുന്ന ഓറഞ്ചും വൈറ്റും ഉള്ള റൈഡിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ചാണ് പോയത്. പക്ഷേ
ഞങ്ങൾ അത് ഉരുകും, അത് സ്ലൈഡ് ആകുമ്പോൾ ഞങ്ങൾ 3 വൈക്കായി പോയിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ അതിൽ നിന്ന് ഉരുകുകയാണ്. അന്നേരം ഞങ്ങൾ ഉരുകിയതിന് ശേഷം 3 വൈക്കായിപ്പോയി. ഞാൻ വേറെ വൈക്ക്, സോയ വേറെ വൈക്ക്, നെഹൽ വേറെ വൈക്ക്. അന്നേരം ആ ഒരു സമയത്ത് സോയൻ്റെ കണ്ണട ആ വെള്ളത്തിലായിപ്പോയി, ഞങ്ങൾ കാണുന്നില്ല. അന്നേരം എൻ്റെ കാലിൻ്റെ സൈഡിൽ അവളെ കണ്ണട ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ കണ്ണട എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ റൈഡിലോട്ടാണ്, അടുത്ത റൈഡാണത്. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് പോയത്. നെഹലും സോയും കമ്പിയും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വന്ന് ഗൈസ്, എന്നാലും നല്ല മൂക്കിലേക്കൊക്കെ വെള്ളം കയറി, നല്ല അടിപൊളി റൈഡായിരുന്നു. പിന്നെ നെഹലും സോയും വന്ന്, അത് സോയക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോയക്ക് ചെറിയൊരു മൂക്ക് കയറി. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റെയിൻ ഡാൻസ് പോയി. അത് കഴിഞ്ഞേരം ഞങ്ങൾ പൂളിലോട്ട് ഇറങ്ങി. ആയ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ തീരെ ആയുള്ള പൂളിലൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ ഞാൻ എല്ലാം വിചാരിച്ച് ഇറങ്ങിയതാണ്. നെഹൽ ദേ നീന്തി സോയൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓള് നെഹലിനെ നോക്കലാണ്. കണ്ണുറക്കുമ്പോഴത്തേക്ക് നെഹൽ അവളെ മുന്നിലുണ്ട്. അപ്പം നെഹൽ നീന്തുകയാണ്. നീന്തൽ പഠിക്കുകയാണ്. ഞാൻ പിന്നെ ഒന്നിനുമില്ല, ഞാൻ അവിടെ സൈഡിൽ നിന്ന് നോക്കി നിൽക്കലാണ്. അന്നേരം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത റൈഡിലോട്ട്. അപ്പോൾ പിന്നെ ആ പൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് നടന്ന് നെഹലും സോയ ഒരു ടയറിൻ്റെ അവിടുന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ഓല് രണ്ടാളും ആ റൈഡിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പിന്നെ സോയ അവിടുന്ന് നീന്തൽ പഠിക്കുകയാണ്. പിന്നെ നെഹൽ അടുത്തൊരു റൈഡിൽ വന്നു, ഒരു ബ്ലൂവും ഗ്രീനും ഉള്ള റൈഡിൽ നല്ല അടിപൊളി നല്ലോണം മുങ്ങുന്നൊരു റൈഡായിരുന്നു ആ റൈഡ്. അന്നേരം അതിൽ പോയി. പിന്നെ എന്നെ വിളിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു ഞാനിനി ഒന്നിനുമില്ല, നെഹല ഒറ്റക്ക് പോയിക്കോ പറഞ്ഞ്. അന്നേരം സോയയും ഉണ്ട്, നമുക്ക് 3 ആൾക്കും പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 3 ആളോടി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മേലെത്തിയരോ അതിൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് പേടിയായി. പിന്നെ മേലെ ഒരു ബക്കറ്റ് ഉണ്ട്, സ്പ്ലാഷ് ഗോൺ എന്ന് പറയുന്ന. ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പം നെഹൽ എന്നോട് പറയാണ്, വാ ഈ റൈഡിൽ വാ, സീനാണെന്നൊക്കെ പറയാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ പോയിക്കോ പറഞ്ഞ്. അന്നേരം എല്ലാവരും ആ ബക്കറ്റിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ആ പൂളിൻ്റെ ആ സൈഡിൽ ഇരിക്കുകയാണ്. ബക്കറ്റ് നിറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെ തലയിലേക്കും വീണ് ഗൈസ്. ആ ബക്കറ്റിന് പറയുന്ന പേരാണ് സ്പ്ലാഷ് ഗോൺ എന്ന് പറയുന്നത്. പിന്നെ സോയനെയും കൊണ്ട് ഞങ്ങൾ പിന്നെയും റെയിൻ ഡാൻസിന് പോയി. പിന്നെ സോയയും നെഹലും ഈ ഒരു ബ്ലൂ റൈഡിൽ വന്നു. ഒരു നല്ല അടിപൊളി റൈഡ്സാണ്. പിന്നെ ഞാനും സോയയും കുറച്ച് നീന്തൽ പഠിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെയും പൂളിലിറങ്ങി. റെയിൻ ഡാൻസ് കഴിഞ്ഞാലോ സോയനെ നീന്തൽ പഠിപ്പിക്കുകയാണ്. സോയൊക്കെ നല്ല ഉഷാറാണ്. സോയ എല്ലാവരും പൂളിലിറങ്ങിയിട്ട് കയറിയിട്ടും ഓള് കയറുന്നില്ല, ഓളാടി ഇരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സോയനെ കയറ്റി. പിന്നെ ആ വാട്ടർ റൈഡിൽ നിന്ന് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ മേലോട്ട് പോവാണ്. അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ആ ഒരു റൈഡ് കയറി. വെള്ളത്തിലൊക്കെ കളിച്ച് തളർന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൽ കയറി. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഒരു ചെറിയൊരു റൈഡ് ഉണ്ടായിരുന്നു. ആ റൈഡിലോട്ട് പോയി. ആ റൈഡ് എന്ന് പറയുന്നത് ഒരു കുട്ടികൾക്ക് പറ്റിയ റൈഡാണ്. ഇപ്പോഴും ആ വാട്ടർ റൈഡിൽ നല്ല ആളുണ്ട് കേട്ടോ, ഇപ്പോഴും നല്ല ആളാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് ബാഗൊക്കെ എടുത്ത് കോസ്റ്റ്യൂമൊക്കെ മാറി നടക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ജമ്പിങ് ബെഡ് പോലത്തെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അടിപൊളി റൈഡായിരുന്നു. നമ്മളിങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു റൈഡായിരുന്നു. അതിൽ ഞാനും നെഹലും സോയ എല്ലാവരും കയറി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റൈഡായിരുന്നു. നിങ്ങളിവിടെ വരികയാണ്, ഈ ഒരു റൈഡ് തീർച്ചയായിട്ടും കയറുക. ഒരിക്കലും ഈ റൈഡ് മിസ് ചെയ്യരുത്, കാരണം അടിപൊളി റൈഡാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ഒരു റൈഡിലായിരുന്നു. സോയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റൈഡ്. ഞാനും നെഹലൊക്കെ ഫ്ലിപ്പൊക്കെ അടിക്കലുണ്ട് ഈ റൈഡിൽ നിന്ന്. സോയൊക്കെ മര്യാദയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് സോയ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ട് നടത്തിച്ചു. അങ്ങനെ ആ റൈഡ് ഞങ്ങൾ കുറേ കളിച്ചതിന് ശേഷം ആ റൈഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് പോവാണ്. അടുത്തത് ഞാൻ പോയതാണ് റോളർ കോസ്റ്ററിലേക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോയതാണ് ഗൈസ്. ഒടുക്കത്തെ സാധനം ഗൈസ്. നമ്മുടെ വയനാട് ചുരമില്ലേ, അത് വളയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും ഗൈസ്. ആദ്യമൊക്കെ മെല്ലെ കയറ്റം കയറുന്ന പോലെ കയറുക. പിന്നെ വളവ് തിരിയുമ്പം ഗൈസ് ഭയങ്കര സ്പീഡ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ്. സോയനെ കയറ്റണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഹൈറ്റ് നോക്കിയിട്ടാണ് കയറ്റുക.
പിന്നെ ഞാനും സോയയും ബമ്പർ കാറിൽ കയറി. ബ്ലൂ ബമ്പർ കാറിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ആടുന്ന് കയറി ഞങ്ങൾ കുറച്ച് നേരം കാർ ഓടിച്ച് കളിച്ചു. അങ്ങനെ ബമ്പർ കാറിൽ സോയാണ്, എനിക്ക് ബെൽറ്റില്ല, സോയക്ക് അതിനും ബെൽറ്റില്ല. അന്നേരം ഒരു പറഞ്ഞ കുഴപ്പമില്ല, ഓടിക്കുന്ന ആൾക്ക് ബെൽറ്റ് ഇല്ലെങ്കിലും പ്രശ്നമല്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബമ്പർ കാർ ഓടിക്കലാണ് ബ്ലൂ ആയി. അങ്ങനെ സോയൊക്കെ ഓടിക്കണം എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് എന്നോട്. അങ്ങനെ ഓടിച്ചാൽ അവിടെ വണ്ടി നിന്ന് പോകും, വണ്ടി മുന്നോട്ടും ബാക്കോട്ടൊന്നും പോവില്ല. അങ്ങനെ സോയ ഇവലെ കണ്ടിട്ട് ഉമ്മനെ നെഹലിനൊക്കെ കണ്ടിട്ട് സോയ ഹായൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബമ്പർ കാർ ഓടിച്ചു. അടിപൊളിയായിരുന്നു ബമ്പർ കാർ. സോയക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ വേറൊരു സാധനം അവിടെ ട്രൈ ചെയ്തു. ബമ്പർ കാറിൻ്റെ തൊട്ട് താഴെ ഈ ഒരു സാധനത്തിൻ്റെ പേര് അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൈഡ് ഞാൻ കയറാൻ നോക്കി. ഞാൻ പകുതി വരെ കയറി, എനിക്ക് കയറാൻ കഴിഞ്ഞില്ല. പിന്നെ ഗൈസ് നെഹൽ ഫുള്ള് കയറും ഞാൻ വിചാരിച്ചില്ല. ഓന് ഞാൻ വിളിച്ചതാണ്. അങ്ങനെ ഞാൻ പകുതി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ പോട്ടെ എന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ ഓൻ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആടുന്ന് കുറച്ച് കഴിഞ്ഞേരം ഗൈസ് ഓൻ കയറി ഗൈസ്. ഓൻ ഫുള്ള് കയറി, ഓൻ ഉരുണ്ട് താഴെ വന്ന് ഗൈസ്. എല്ലാവരും നോക്കിക്കല. അന്നേരം ഓനിക്ക് പിന്നെ ഒരു വട്ടം പോകണമെന്ന് പറഞ്ഞിട്ട് ഓൻ പിന്നെ ഒരു വട്ടം പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് JCB കൂടി ട്രൈ ചെയ്തു. അപ്പോൾ JCB ഫസ്റ്റ് ഞാൻ മണ്ണ് കോരി. പിന്നെ മണ്ണ് കോരിയതിന് ശേഷം സോയ എൻ്റെ അടുത്ത് വന്നു. സോയക്കൊരാഗ്രഹം, ഓക്കും മണ്ണ് കോരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ടൈം കഴിഞ്ഞേരം സോയനെ ചേച്ചി കയറ്റി കൊടുത്തു. സോയക്ക് നെഹലാണ് ഹെൽപ്പ് ചെയ്തത്, ഇന്നെ ഹെൽപ്പ് ചെയ്തത് ചേച്ചിയുമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് JCB റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സോയ കയറും എന്ന് പറഞ്ഞ്. അങ്ങനെ 5 to 10 മിനിറ്റ് വരെയാണ് ഈ JCB റൈഡ് എന്ന് അറിയുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് സോയ കയറിയത്. അങ്ങനെ സോയ JCB കയറി മണ്ണൊക്കെ കോരി. സോയ നല്ലോണം അടിപൊളിയായിട്ട് കോരുന്നുണ്ട്. ഒക്കെ കോരാനും അറിയാം. എന്തൊക്കെയോ നെഹലിനോട് ഡൗട്ട്സ് ചോദിച്ച് ഇതാക്കലാണ്. അങ്ങനെ ഇവനെന്താക്കി, അങ്ങനെ നെഹൽ മറുപടിയൊക്കെ കൊടുത്തു. ഇവർ രണ്ടാളും നെഹലും സോയൊക്കെ JCB ഓടിക്കുകയാണ്. അങ്ങനെ JCB ഒക്കെ സോയ 5 to 10 മിനിറ്റ് വരെ സോയ JCB ഓടിച്ചു. അങ്ങനെ ഈ ഒരു ദിവസം മൊത്തം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിനോട് ഞങ്ങൾ വിട വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ബൈ.